KDF-കാരെ തട്ടിക്കൊണ്ടുപോയത് തന്നെയാ. പോരാട്ട വഴിയിൽ തളർന്നു തുടങ്ങുന്നു ദേവിക. BDF-ന് വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ തന്നെ ആസൂത്രണം ചെയ്ത നാടകമായിരുന്നില്ലേ ഇത്? ഹലോ, സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി കാണുന്നുണ്ടല്ലോ നമ്മുടെ ദേവികയുടെ അനിയത്തിനെ അല്ലെ. അപ്പൊ അത് നമ്മുടെ ചന്ദ്രമതി ഒന്നും അറിയാത്ത രീതിയിൽ നമ്മുടെ ത്യാഗരാജന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ ദേവികയുടെ അനിയത്തിനെ കാണാനില്ല എന്ന് വാർത്തയുണ്ടല്ലോ, നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട്, അതാ പ്രഭാവതിയുടെ പാർട്ടിക്കാരായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതി ത്യാഗരാജന്റെ കാരണത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്, നിർത്തടാ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ അനിയത്തി പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ദേവിക അനിയത്തിനെ കൂട്ടാൻ വേണ്ടി നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ അനിയത്തിയുമായിട്ട് ദേവിക ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാർത്തക്കാരിങ്ങനെ വളഞ്ഞേക്കും. എന്നിട്ട് പറയുന്നുണ്ട്, പ്രഭാവതിയുടെ പാർട്ടീനെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ നാടകം കളിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാർത്തക്കാരിങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ ജയം ഉറപ്പിച്ചു വെച്ചിരുന്ന നമ്മുടെ ദേവിക താഴോട്ട് നിലംപതിച്ചു പോകുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ അതിലും വലിയ ബഹളം നടക്കുന്നുണ്ട്. പ്രഭാവതി പറയുന്നുണ്ട്, ദേവികനെ ജയിപ്പിക്കാൻ എന്ത് തറക്കളി നിങ്ങൾ കളിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധാർത്ഥനായിട്ട് നമ്മുടെ പ്രഭാവതി അവിടെ ഒരു വാക്പോര് നടത്തുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ സിദ്ധാർത്ഥൻ പറഞ്ഞു മടുത്തിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, അതെ ഞങ്ങൾ തന്നെയാണ് ഇങ്ങനെ ചെയ്തത്, അവള് ദേവികയെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെയാ ചെയ്തത്, എന്തേ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ച് ഭയങ്കര കലിപ്പിൽ നിൽക്കുന്നുണ്ട് രംഗങ്ങളിലാട്ടോ കൂട്ടുകാരെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെ പുകിലായിരിക്കും വരാൻ പോകുന്നത് അല്ലെ. നമ്മുടെ ത്യാഗരാജൻ എന്തായാലും അരുന്ധതി മാഡത്തിന്റെ കയ്യിൽ നല്ലൊരു ഡോസ് ഉറപ്പാണ്. കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.